ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള വിഷൻ്റെ വൈഫൈ എടുത്തതിന് ശേഷം പലർക്കും കംപ്ലൈൻ്റ് ഉണ്ട്, അവർക്ക് പറഞ്ഞ സ്പീഡ് ലഭിക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ സ്പീഡ് കുറേ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് നമ്മുടെ മോഡം, രണ്ട് നമ്മുടെ ഡിവൈസ്, മൊബൈലാണോ ലാപ്ടോപ്പാണോ അല്ലെങ്കിൽ ഐപാഡാണോ ആ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ വൈഫൈ IC അല്ലെങ്കിൽ വൈഫൈയുടെ പവർ എത്രയാണ്, അതനുസരിച്ച് മാറും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, ഇവയൊക്കെ അടിപൊളിയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിൻ്റെ സെർവർ അതിന് എത്രയാണ് സ്പീഡ് നമ്മൾക്ക് തരുന്നത്, അതനുസരിച്ച് നമ്മൾക്ക് സ്പീഡ് ലഭിക്കുകയുള്ളൂ. ഇതിന് മുമ്പ് ഞാൻ ഒരിക്കലും ഇതേപോലെ സ്പീഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അധിക പേർക്കും ഞാൻ ആ ഉദ്ദേശിച്ച വീഡിയോ ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ ഞാനത് പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുറച്ച് പഴയ ഫോണാണെങ്കിൽ ആ ഫോണിൽ ഈ വൈഫൈ വഴി കണക്ട് ചെയ്യുമ്പോൾ അത്ര സ്പീഡ് ലഭിക്കില്ല. അതുപോലെ തന്നെ ലാൻ കേബിൾ ഉപയോഗിച്ചിട്ട് ഇത് ബാധകമാകുന്നത് ഏകദേശം ഒരു 60 MB മുതൽ മുകളിലേക്ക് 100 MB വരെ സ്പീഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഈ വൈഫൈയും ലാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 100 Mbps കണക്ഷൻ എടുത്തു എന്ന് വിചാരിക്കാം, 100 Mbps കണക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് 100 MB തന്നെ കിട്ടും. എന്നാൽ മൊബൈലിൽ 60 to 70 അല്ലെങ്കിൽ 80, 90 ആ റേഞ്ചിലായിരിക്കും മാറുക. നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറും. ഞാനിതിൽ 2014 ആ സമയത്ത് വാങ്ങിയ ഒരു സാംസങ് ഫോണിൻ്റെ അത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സാംസങ് ഫോണിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ മറ്റുള്ള ഫോണുകളിലും സ്പീഡ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഓർക്കുക, ഈ വീഡിയോ 2 സമയങ്ങളായിട്ട് എടുത്തതാണ്. ആദ്യം വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നത് 40 Mbps ആയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഞാൻ ഈ മാസം റീചാർജ് ചെയ്തപ്പോൾ 60 Mbps ആയി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് കാണിക്കുന്ന വീഡിയോ 60 MB, ഞാനിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന വീഡിയോ 60 Mbps-ലും മുൻപത്തേഴ് 40 Mbps-ലും ആണ്. അധിക പേർക്കുള്ള ഒരു ഭയങ്കര ഒരു വിഷമമാണ്. അതായത് നമ്മൾ 100 Mbps അല്ലെങ്കിൽ 60 Mbps കണക്ഷൻ എടുത്തു, എന്നാൽ ടെലിഗ്രാമിൽ നിന്ന് ഒരു മൂവി അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ പറഞ്ഞ സ്പീഡ് ലഭിക്കുന്നില്ല. നിങ്ങൾ ഓർക്കുക, ടെലിഗ്രാമിൽ ഒരുപാട് പേര് ഫയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിന് ഒരുപാട് സെർവറുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെ ഫുൾ ആക്സസ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു സെർവറിന് ഇപ്പോൾ 1 Gbps സ്പീഡ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അവിടെയുള്ള ഇൻ്റർനെറ്റിനും 1 Gbps ആണ് സ്പീഡ്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ സെർവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയലിൻ്റെ സ്പീഡ് ലിമിറ്റ് 1 Gbps തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒറ്റ യൂസറിന് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയൂ. കാരണം ഇയാൾ 1 Gbps ഡൗൺലോഡ് ചെയ്യുമ്പം ആ സെർവറിൻ്റെ മൊത്തം പവറും ഈ 1 Gbps മാറി വേറെ ആൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ സെർവറിൻ്റെ സ്പീഡ് ഒരു 500 MB ആയിട്ട് കുറച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ 1 Gbps സ്പീഡിൽ അയാൾ ഈ സെർവറിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സെർവർ എന്ത് ചെയ്തു, അത് ലിമിറ്റ് ചെയ്തു, 500 Mbps ഇയാൾക്ക് കൊടുത്തു. ബാക്കി എത്ര സെർവറിന് ബാക്കിയുണ്ട്? 500 Mbps ബാക്കിയുണ്ട്. അപ്പോൾ ഈ 1 Gbps ആൾ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കാവുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 500 Mbps ആണ്. കാരണം ടെലിഗ്രാമിൻ്റെ സെർവർ യൂസർ ബേസിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് 500 Mbps. അപ്പോൾ മറ്റൊരാൾ അതേ ഫയൽ ഡൗൺലോഡ് ചെയ്യാമെന്ന്, പക്ഷെ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 100 Mbps ആണ്. അപ്പോൾ അയാൾ ഈ സെർവറിലേക്ക് കയറിയിട്ട് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സെർവറിൽ എത്ര സ്പീഡിന് ബാക്കിയുണ്ട്? 500 Mbps ഇയാൾക്ക് കൊടുത്തു, ബാക്കി 500 Mbps അവിടെ ബാക്കിയുണ്ട്. ഇയാൾ 100 Mbps ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇയാൾ 100 Mbps ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇയാൾക്ക് 100 Mbps ഫുള്ളായിട്ട് ലഭിക്കും, ബാക്കി അവിടെ 400 Mbps ബാക്കിയുണ്ട്. ഇനി നേരെ മറിച്ച് ഈ രണ്ടാമത് ഡൗൺലോഡ് ചെയ്യുന്ന അയാളും 500 Mbps തന്നെയാണ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ സെർവറിൻ്റെ മൊത്തം സ്പീഡ് രണ്ടാൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആദ്യത്തെ ആൾക്കും 500 കൊടുത്തു, രണ്ടാമത്തെ ആൾക്കും 500 കൊടുത്തു. മൂന്നാമതൊരാൾ 100 Mbps കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് സ്പീഡ് ലഭിക്കില്ല, കാരണം ഈ സെർവറിൻ്റെ മൊത്തം സ്പീഡും ഈ 2 പേരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ 100 Mbps ആൾക്ക് ആ 100 Mbps പോലും കൊടുക്കാൻ വേണ്ടി സെർവറിന് പറ്റില്ല. അപ്പോൾ സെർവർ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ മോഡേൺ സെർവറുകളെല്ലാം എത്ര യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചിട്ട് സ്പീഡ് ലിമിറ്റ് ചെയ്ത് കൊടുക്കും. ഒരാളാണെങ്കിൽ മാക്സിമം സ്പീഡ് കൊടുക്കും, 10 ആളാകുമ്പോൾ അത് ഇപ്പം 1 Gbps ആണെങ്കിൽ 10 ആൾ വരുമ്പോൾ ഒരാൾക്ക് 100 Mbps കൊടുക്കും, 1000 ആൾക്കാരാണെങ്കിൽ അതിലും കുറച്ച് കൊടുക്കും. അങ്ങനെ യൂസറിൻ്റെ എണ്ണം അനുസരിച്ചാണ് നമ്മുടെ മൊബൈൽ ടവറും അതുപോലെ തന്നെ സെർവറുകളൊക്കെ സ്പീഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, പുതുതായിട്ടൊരു ലേറ്റസ്റ്റ് സിനിമ ഇറങ്ങി, ഒരു 1 GB അല്ലെങ്കിൽ 3 GB 2 GB സിനിമ ഇറങ്ങി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പുതിയ സിനിമ ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഒരു ഫയലിൻ്റെ മുകളിൽ തന്നെ ഒട്ടനവധി ആൾക്കാർ ആ ഫയൽ ആക്സസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുവാൻ വേണ്ടി ചിലപ്പോൾ സെർവറിന് ഓക്കെ. അപ്പോൾ നമ്മൾക്ക് നേരെ
സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾക്ക് ക്രോം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഒരു പുതിയ ടാപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ സ്പീഡ് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇത് നിങ്ങൾ ചെയ്യാം. ഇത് ഗൂഗിൾ സെർവറുമായിട്ട് നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ എത്ര സ്പീഡ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. എൻ്റെതിപ്പോൾ 60 Mbps ആണ് പുതിയ പ്ലാന്. ഈ വീഡിയോ ഞാൻ 2 സമയത്തായിട്ട് എടുത്തതാണ്. ഒന്ന് 40 MB ഉണ്ടായ സമയത്തും രണ്ടാമത്തെ ഇപ്പോഴും എടുക്കുന്നത് 60 MBയുടെ സമയത്തുമാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്പീഡ് ഇവിടെ കാണാം. നമുക്ക് എന്തായാലും 60 എടുക്കാൻ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. 60 Mbps ചെറുത്. ഓക്കെ, സ്പീഡ് കണ്ടില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൻ്റെ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന സ്പീഡ് 64-50 MB, നമുക്ക് 60 MB എടുക്കൽ ഡൗൺലോഡ് സ്പീഡ് ഉണ്ട് എന്നാണ്. നിങ്ങൾക്ക് അത്ര കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മൾക്ക് ആദ്യം ഇവിടെ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഗൂഗിളിൻ്റെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു ഫയലുണ്ട് ഇവിടെ. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഏകദേശം 3 GB സൈസ് ഉണ്ട് ആ ഫയലിന്. ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം 3 GB എന്നാണ് കാണിക്കുന്നത്. നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര സ്പീഡ് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. ഓക്കെ, ആ ഫയൽ നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ പോപ്പപ്പ് വിൻഡോയിൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഡ്രൈവിലേക്കാണ് ഡൗൺലോഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്പേര ടച്ച് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു. ശേഷം നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡ് എനിവേ എന്നുള്ളത് കൊടുത്തു. ഡൗൺലോഡ് ചോദിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ ഞാനതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആകുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഡൗൺലോഡ് ആകുന്നത്. അതുപോലെ തന്നെ ഡൗൺലോഡ് ആകുന്ന സ്പീഡ് നമ്മൾക്കിവിടെ കാണാൻ കഴിയും. ഏകദേശം എത്ര സ്പീഡിലാണ് ഡൗൺലോഡ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, 7.47 MB/s സ്പീഡിലാണ് ഡൗൺലോഡ്. നമ്മളത് 60 Mbps ആണ്. അപ്പോൾ നമ്മൾക്ക് 6 MB കിട്ടിയാൽ തന്നെ ധാരാളമാണ്. ഇവിടെ 7 MB/s സ്പീഡിലാണ് ഈ ഫയൽ ഡൗൺലോഡ് ആകുന്നത്. 3 GBയുടെ നിങ്ങൾക്കിവിടെ കാണാം. കണ്ടില്ലേ, അപ്പം ഈ പറയണ 7 MB സ്പീഡിൽ കണ്ടിന്യൂസ് ആയി ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരെ എല്ലാവർക്കും ഒരു കംപ്ലൈൻ്റ് ആണ്, ടെലിഗ്രാമിൽ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്പീഡില്ല എന്നുള്ളത്. ഓർക്ക് ആ ടെലിഗ്രാം നമ്മൾക്ക്, അതായത് ഒരു സമയത്ത് ഒരു സെർവറിലുള്ള ടെലിഗ്രാമിന് ഒരുപാട് സെർവറുണ്ട്. അപ്പോൾ ഓരോ സെർവറിലും എത്രയാണ് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അത് ഡിവൈഡഡ് ബൈ യൂസേഴ്സ് വെച്ചിട്ട് അവർ സ്പീഡ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പുലർച്ചെ ഏകദേശം രാത്രിയിൽ ഒരു 3 മണി മുതൽ രാവിലെ 6 മണി വരെ സമയത്തൊക്കെ നല്ല സ്പീഡ് കിട്ടും. നമ്മൾക്ക് ടെലിഗ്രാം ഓപ്പൺ ചെയ്യാം. ഇതിലൊരു സിനിമ വന്നിട്ടുണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ കാണാം. ഇപ്പം അത്യാവശ്യം നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 400 MB ഫയലാണ്. നിങ്ങൾക്കിവിടെ കാണുന്നില്ലേ, 3 Mbps വരെ സ്പീഡ് ലഭിക്കുന്നുണ്ട്. നമ്മൾക്ക് 7 MB വരെ കിട്ടിക്കൊണ്ടിരുന്നു, 3 MB വരെയാണ് സ്പീഡ് കിട്ടിയത്. പിന്നെ ഇത് ഒരു മലയാളം പടമാണ്. അതുകൊണ്ട് തന്നെ അധികം നമ്മളെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരല്ലേ കൂടുതൽ ഡൗൺലോഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഇത്ര സ്പീഡ് കിട്ടുന്നുണ്ട്. ചില ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 1 MB പോലും സ്പീഡ് കിട്ടാറില്ല, എന്നാലും കുറവാണ്. 4 MB നേരത്തെ കണ്ട പോലെ 7 MB ഒന്നും നമ്മൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾക്ക് ഈ സ്പീഡ് ഓരോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെർവർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ആപ്ലിക്കേഷനും പ്രത്യേകതയുണ്ട്. നമുക്കിത് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് അതനുസരിച്ച് സ്പീഡ് വ്യത്യാസപ്പെടും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്തത് ഇതേപോലെ 60 Mbps-ലാണ്, അത് 40 Mbps-ലാണ്. അതെന്താണ് ആ വീഡിയോ എന്ന് നമ്മൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലൊരു സ്പീഡ് ടെസ്റ്റ് ചെയ്യാണ്. 2 ഫോണുകളുണ്ട്. ഇത് ഞാൻ 2014-15 സമയത്ത് വാങ്ങിയ സാംസങ് ഗാലക്സി ഗ്രാൻഡ് 2 എന്നുള്ള ഫോണാണ്. എബൌട്ട് കാണിച്ചിടാം, ജനറൽ എബൌട്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം സാംസങ് G7102 എന്നുള്ള ഗ്രാൻഡ് 2 മോഡലാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് കേരള വിഷൻ്റെ വൈഫൈ കണക്ട് ചെയ്യാം. തൊട്ടടുത്താണ് വൈഫൈയുടെ മോഡം വെച്ചിട്ടുള്ളത്. നമ്മൾ വൈഫൈ ഓൺ ചെയ്യുന്നു. ഓക്കെ, കണക്റ്റായി. ഇനി നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യാം.
ഇതിൽ നിലവിൽ ഗൂഗിളിൻ്റെ സപ്പോർട്ടൊന്നുമില്ല. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രോം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നത്. ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. കുറച്ച് സ്ലോ ആണ്. സ്പീഡ് ടെസ്റ്റ് ഓക്കെ. സ്പീഡ് ടെസ്റ്റ് വന്നു. നമ്മൾ ഇവിടെ റൺ കൊടുക്കുകയാണ്. ആയില്ലേ? ഓക്കെ, സ്പീഡ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ മിനിറ്റ് കണ്ടത്, അതുകൊണ്ട് ഒന്നിച്ച് എല്ലാ ആപ്ലിക്കേഷനും കണക്ട് ആയതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. ഇതിൽ വേണ്ട, ഇതിൽ വളരെ കുറഞ്ഞ സ്പീഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. 4 MB 5 MB ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുള്ളൂ. നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. 8 MB ഒക്കെയാണ്. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടെസ്റ്റ് അഗൈൻ. ഇത് 40 MB പ്ലാൻ ആട്ടോ. 40 MB per second ആണ് ഇതിൻ്റെ സ്പീഡ്. ഒരു 45 Mbps നമുക്ക് സ്പീഡ് ലഭിക്കാറുണ്ട്. അപ്പോൾ ഈ ഫോണിൽ നിങ്ങൾ കണ്ടില്ലേ, സെയിം നെറ്റ്വർക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ കിട്ടുന്ന സ്പീഡ് മാക്സിമം ഇത്രയാണ്. വൈഫൈയുടെ തൊട്ടടുത്താണ് വെച്ചിട്ടുള്ളത്. ഇനി വൈഫൈ ദൂരെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട, തൊട്ടടുക്കലാണ് സംഭവങ്ങൾ ഉള്ളത്. എന്നിട്ടും എനിക്ക് ഇത്രയും സ്പീഡ് ലഭിക്കുന്നുള്ളൂ കേരള വിഷനിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോൺ മാറ്റി വെക്കാം. നമുക്ക് അടുത്ത ഫോൺ എടുക്കാം. ഇത് റെഡ്മിയുടെ ഫോണാണ്. ഇത് മോഡൽ ഏതാണെന്ന് നോക്കാം. ഒരു സെക്കൻഡ്. മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുന്നു. എബൌട്ട് ഫോൺ റെഡ്മി 9A എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ക്രോം ഓപ്പൺ ചെയ്തു. സോറി, അതിന് നമുക്ക് വൈഫൈ കണക്ട് ആക്കാനുണ്ട്. വൈഫൈ കണക്ട് ചെയ്യാം. ഓക്കെ, വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. റൺ സ്പീഡ് ടെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ 2014 സാംസങ് ഫോണിൽ നിന്നും ഈ റെഡ്മിയിലേക്ക് വന്നപ്പോൾ സ്പീഡ് വ്യത്യാസം കണ്ടില്ലേ? ഏകദേശം 45, 44 ഇത്രയും സ്പീഡ് കിട്ടുന്നുണ്ട്. ഇത് 2GB എങ്ങാനാണ് ഇതിൻ്റെ റാം എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടാം. ഏകദേശം 50 MB 46, 45 നമ്മൾക്ക് ആ ഒരു Mbps സ്പീഡ് ലഭിക്കുന്നുണ്ട് സെയിം നെറ്റ്വർക്കിൽ. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ഡിവൈസുകൾ തമ്മിൽ വ്യത്യാസം. നല്ല ഫോണാണെങ്കിൽ വൈഫൈയുടെ സ്പീഡ് കൂടും. അതുപോലെ തന്നെ എൻ്റെ പോക്കോ X3 Pro ഉണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെൻ്റെ പോക്കോ X3 Pro ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം പോക്കോ X3 Pro. അപ്പോൾ ആ ഫോണിൻ്റെ സ്മൂത്ത് തന്നെ ഉണ്ടല്ലേ, എത്ര പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ, എല്ലാം സ്പീഡാണ്. ഓക്കെ, സെയിം വൈഫൈ ആണ് കണക്ട് ആയിരിക്കുന്നത്. കേരള വിഷൻ അർഫാത്ത് എന്നുള്ള എടുത്തു. സ്പീഡ് ടെസ്റ്റ് കൊടുത്തു. സ്പീഡ് ടെസ്റ്റ് കൊടുത്തു. ഇതിലുണ്ട്, അത്രയും പോകുന്നുണ്ട്. കാരണം നിങ്ങൾക്കിവിടെ കാണാം ഏകദേശം 50 Mbps അടുക്കൽ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇത് 5 GHz സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം കൊണ്ടില്ലേ 100 Mbps വരെ നമ്മൾക്ക്, എനിക്കിതിൽ ഏകദേശം 70-80 മുകളിൽ കിട്ടിയിട്ടുണ്ട് സ്പീഡ്. അപ്പം ഇതാണ് മാക്സിമം സ്പീഡ്. അപ്പോൾ നിങ്ങൾ ഡിവൈസ് മാറുന്നതനുസരിച്ച് നിങ്ങളുടെ വൈഫൈയുടെ സ്പീഡും വ്യത്യാസപ്പെടുന്നതായിരിക്കും.
ഇനി നമുക്ക് അധിക പേർക്കും നമ്മളെ കേരള വിഷന് സ്പീഡില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതെന്താണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ബ്രൗസറും അതുപോലെ സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അതായത് സിംഗിൾ കണക്ഷൻ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസറായിരിക്കും അധികം ക്രോം, അതുപോലെ തന്നെ സഫാരി, അതുപോലെ ഒപ്പേര, ഫയർഫോക്സ്. ഇതൊക്കെ നോർമലായിട്ട് സിംഗിൾ കണക്ഷൻ മാത്രമേ ഒരു ഡൗൺലോഡിന് ഉപയോഗിക്കാറുള്ളൂ. അതായത് ഒറ്റ കണക്ഷനിൽ തന്നെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് തീർക്കും. എന്നാൽ UC ബ്രൗസർ, വിഡ്മേറ്റ് തുടങ്ങിയ ആപ്ലിക്കേഷനൊക്കെ മൾട്ടി കണക്ഷൻസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൾ കണക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡ് മൾട്ടി കണക്ഷനിലൂടെ ഇവ നേടാൻ ശ്രമിക്കും. നമുക്കിവിടെ ഉദാഹരണം നോക്കാം. ജസ്റ്റ് ഞാനിവിടെ ബ്രേവ് എന്നുള്ള ഈ ബ്രൗസർ ഓപ്പൺ ചെയ്തു. അതിലൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഡൗൺലോഡിങ്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ലഭിക്കുന്ന സ്പീഡുണ്ടോ, ഇത്രയും കുറവാണ്. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം വളരെ 237 ഏകദേശം അത്രയൊക്കെയാണ് സ്പീഡ് കിട്ടുന്നത്. കണ്ടില്ലേ? കുറച്ചും കൂടി അടുത്ത് പിടിച്ച് കാണിച്ചു തരാം. ഇത്രയും സ്ലോ ആയിട്ടാണ് ഡൗൺലോഡ് ആകുന്നത്. 4.75 1.5 GB സിനിമ 4.75 MB ആയിട്ടുള്ളത്. ആ മുകളിൽ കണ്ട് 125 261 ഇതൊക്കെയാണ് സ്പീഡ്. ഇനി ഇതേ ഫയൽ നമുക്ക് UC ബ്രൗസറിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയാണ് സ്പീഡ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമ്മൾ ഇത് ക്ലോസ് ചെയ്യാതെ തന്നെ ഇവിടുന്ന് കോപ്പി ലിങ്ക് അഡ്രസ്. ഓക്കെ, ഇനി നമ്മൾ UC ബ്രൗസർ എടുത്തു. അപ്പോൾ അതിൽ നമ്മളിവിടെ പേസ്റ്റ് കൊടുക്കുകയാണ്. പേസ്റ്റ് ഗോ. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു. സെയിം ഫയൽ, സെയിം വെബ്സൈറ്റ് ആണ്. ഒരു ബ്രൗസർ മൾട്ടി കണക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നത്, മറ്റേത് നോർമൽ. അപ്പം ഇവിടെ നിങ്ങൾക്ക് സ്പീഡ് ഡിഫറൻസ് കാണാം. ഇവിടെ 1 MB മുകളിൽ അധികവും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ, സ്പീഡ് ഉണ്ടല്ലേ. നിങ്ങൾ ഈ ഡാർക്ക് മോഡ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സെയിം ഫയലാണ് ഡൗൺലോഡ് ആകുന്നത്, 2 ബ്രൗസറുകളും. ഇതിൽ 21 MB ആയതേ ഉള്ളൂ. ഇത്രയും സമയമായിട്ട് അതിൽ അത്രയേ ആവുന്നുള്ളൂ. UC ബ്രൗസർ തുറന്ന് നോക്കാം നമുക്ക്. UC ബ്രൗസറിൽ ഇപ്പോൾ തന്നെ 41 MB മുകളിൽ പോയി. എത്ര സ്പീഡാണ് UC ബ്രൗസർ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടല്ലേ. അത് UC ബ്രൗസർ ഇതിൽ മൾട്ടി കണക്ഷൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിലോ 1-3 കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്പീഡ് ഡൗൺലോഡ് ചെയ്യാണ്. എന്നാൽ ഇപ്പോഴും നമ്മുടെ ബ്രേവ് ഇവിടെ പതുക്കെ 29 MB ഒറ്റ കണക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് മൾട്ടി കണക്ഷൻ സ്പീഡ്. ഒരേ ഫയൽ 2 ബ്രൗസറിൽ എത്ര സ്പീഡ് വ്യത്യാസം നോക്കിയേ. ഇതിനുള്ള സ്പീഡ് ഡൗൺലോഡ്, കാരണം ഇവർ മൾട്ടി കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ആവാണ്. ഇവിടെ ബ്രേവ് ആണെങ്കിൽ സിംഗിൾ. നമ്മുടെ ക്രോമും ഇതേപോലെ തന്നെ സിംഗിൾ കണക്ഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഓക്കെ ഗായ്സ്, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം വീഡിയോയുടെ പകുതിക്ക് കട്ട് ചെയ്തില്ലേ, സത്യത്തിൽ അത് കട്ട് ചെയ്തതല്ല. ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ സമയം പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ പുതിയ ഫോണാണ്. ഇതിൽ വീഡിയോ എടുത്തപ്പോൾ 5 മിനിറ്റ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ കണ്ടമാനം വർത്താനം പറഞ്ഞു. അവസാനം ഫയൽ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത്രയേ പറഞ്ഞുള്ളൂ എന്ന്. അത് എഡിറ്റിംഗ് ടേബിൾ എത്തിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അതിൻ്റെ ബാക്കി രണ്ടാമത് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. അപ്പം ഫോണും മോഡവും അതുപോലെ തന്നെ സെർവറും ഒക്കെ ബേസ് ആയിട്ടാണ് നമ്മുടെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, കേരള വിഷൻ പറയുന്ന സ്പീഡ് അവർ തരുന്നുണ്ട്, പക്ഷേങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഡിവൈസ് ഒക്കെ വെച്ചിട്ട് സ്പീഡ് ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. എന്നാലും മാക്സിമം സ്പീഡ് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്ന് മോഡത്തിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ നിൽക്കുക. അല്ലെങ്കിൽ 5G നിങ്ങളുടെ ഫോണോ ഡിവൈസോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇതൊക്കെ 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണെങ്കിൽ 5G ബാൻഡ് സപ്പോർട്ടുള്ള ഒരു മോഡം വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് നിങ്ങൾക്ക് മൊബൈലിലേക്ക് കിട്ടും. കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ ആണ് കണക്ഷൻ എടുക്കുന്നതെങ്കിൽ ലാൻ കേബിൾ കണക്ട് ചെയ്താൽ മതി. നമ്മുടെ സാധാ മോഡത്തിൽ നിന്ന് തന്നെ മാക്സിമം സ്പീഡ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം. എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാനത് തീർത്തു തരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.